എല്ലാവരും സുഖമല്ലേ? ഞാനിന്ന് കണ്ണൂർ ഭാഗത്തോട്ടുണ്ടാക്കുന്ന കപ്പയും മീനും പുഴുക്കാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോളം കപ്പ മുറിച്ചിട്ടിട്ടുണ്ട്. അതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങ, കരിവേപ്പിലയും ഉണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗാർലിക്കും പച്ചമുളകും നിറയെ വേണം. ഒരു 10-12 ഗാർലിക്കും അതേപോലെ തന്നെ പച്ചമുളകും വേണം. എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതലിട്ടോ. അതിനെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുക. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് സ്ലൈമി മാക്കറലാണ്. പക്ഷേ നാട്ടിൽ യൂസ് ചെയ്യുക കുഞ്ഞി മത്തിയാണ്. മുള്ളെല്ലാം നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്ന പാകത്തിലുള്ള മത്തി. ഇത് കുഴപ്പമില്ല, ഇത് മുള്ളെടുത്ത് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ കപ്പേനെ ഒരു പ്രാവശ്യം വേവിച്ച് വെള്ളം ഊറ്റി വീണ്ടും വേവിച്ച് വെച്ചതാണ്. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് ഈ മീനിനെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇനിയും വേവാൻ വിടുക. നന്നായിട്ട് പ്രഷർ കുക്കറിൽ തന്നെ വേവിച്ചോ. വിസിലൊന്നും വരാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ മുള്ളെല്ലാം അടിഞ്ഞ് കപ്പേൻ്റെ കൂടെ മിക്സായി പോവും. എന്നിട്ട് സ്പൂൺ എടുത്തിട്ട് അതിന് ഫ്ലഷ് മാത്രം ചിരണ്ടി എടുക്കുക. വലിയ മുള്ളിനെല്ലാം കൈ കൊണ്ട് എടുത്ത് മാറ്റണം. കാരണം ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് തൊണ്ടയിലൊന്നും തറിക്കാൻ പാടില്ല. സൂക്ഷിച്ച് കഴിക്കേണ്ട ഡിഷാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇതിനധികം പണിയൊന്നുമില്ല. വെറും നമ്മൾ അരപ്പില്ലേ, അതാണ് അതിൻ്റെ അകത്തുള്ള ടേസ്റ്റെല്ലാം. മുള്ളെല്ലാം എടുത്ത് മാറ്റി എന്നിട്ട് ഇതിനെല്ലാം മാഷ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ അരപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ വേവിക്കുക. കരിവേപ്പില ഇടണം. പിന്നെ ഇത് വറുത്തിടാണ്ട് തന്നെ കഴിക്കാം. വറുത്തിടാണ്ട് കഴിക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെയും ഗാർലിക്കിൻ്റെയും ടേസ്റ്റ് നന്നായിട്ട് വരും. വറുത്തിട്ട് കഴിക്കുന്നവർ കടുക്, ഉഴുന്ന് പരിപ്പ്, കായമുളക്, കരിവേപ്പില വറുത്തിടുക. എനിക്ക് വറുത്തിടാണ്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. താങ്ക്സ് കേട്ടോ.